സ്തുതിയായിരിക്കട്ടെ. സ്നേഹത്തിൽ പരിക്കേറ്റവരാണോ നിങ്ങൾ? ഏതെങ്കിലുമൊക്കെ സ്നേഹബന്ധങ്ങളിൽ മുറിവുകളേറ്റ് കഴിയുന്നവരാണോ നിങ്ങൾ? അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു 1 മിനിറ്റ് വിടുതൽ പ്രാർത്ഥനയാണിത്. എന്നോടൊപ്പം നിങ്ങൾക്ക് ഈ നിമിഷം പ്രാർത്ഥനയിൽ പങ്കുചേരാവുന്നതാണ്. പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ നിങ്ങൾക്ക് സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. തീർച്ചയായിട്ടും ഒത്തിരി മേഖലകളിൽ നമ്മൾ സ്നേഹിച്ചവരിൽ നിന്നും നമ്മെ സ്നേഹിച്ചവരിൽ നിന്നൊക്കെ ഒത്തിരി മുറിവുകളേറ്റ് കഴിയുന്ന അനേകം മക്കളുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പരിക്കുകളും സ്നേഹത്തിൻ്റെ പരിക്കുകളാണ്. സ്നേഹിക്കപ്പെടാതെ പോയത്, സ്നേഹം മനസ്സിലാക്കപ്പെടാതെ പോയത്, സ്നേഹത്തിൽ മുറിവേറ്റത്, സ്നേഹം തിരസ്കരിച്ചത്, വഞ്ചിക്കപ്പെടുന്ന രീതിയിൽ ചില സ്നേഹബന്ധങ്ങളിൽ അകപ്പെട്ടു പോയത് ഒക്കെ ഉണ്ടാകാം. അങ്ങനെ സ്നേഹത്തിൽ മുറിവേറ്റ് കഴിയുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിടുതൽ പ്രാർത്ഥനയാണിത്. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, പൗരോഹിത്യത്തിൽ വിടുതൽ നൽകാൻ, വിശുദ്ധീകരിക്കാൻ, സുഖപ്പെടുത്താൻ അങ്ങ് തന്ന അധികാരത്തിൻ്റെ കീഴിൽ സ്നേഹത്തിൽ ഏതെങ്കിലും മുറിവേറ്റ മനസ്സുമായി കഴിയുന്ന ഈ മക്കളുണ്ടെങ്കിൽ അവരെ നിന്റെ പരിശുദ്ധ രക്തത്താൽ ഇപ്പോൾ കഴുകുന്നു. കർത്താവരുടെ മുറിവേറ്റ എല്ലാ മനസ്സിൻ്റെ അവസ്ഥകളിലേക്ക് യേശുവിൻ്റെ രക്തം ഒഴുകട്ടെ. വേണ്ടപ്പെട്ടവരിൽ നിന്നും, പ്രത്യേകിച്ച് ഏറ്റവും അടുത്ത സ്നേഹങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും ഏറ്റ എല്ലാ മുറിവുകളിൽ നിന്നും സ്നേഹത്തിൻ്റെ പരിക്കുകളും കർത്താവ് ഈ നിമിഷം തന്നെ സൗഖ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ പരിശുദ്ധ നാമത്തിൽ അതിൻ്റെ പിന്നിലുള്ള എല്ലാ വൈകാരിക അസ്വസ്ഥതകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.